ഹായ് എവരിവൺ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആക്ടർ ജയറാം വീണ്ടും എയറിലായിരിക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഈ ജയറാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എയറിൽ കയറിയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട നടൻ സെലിംകുമാറിനെ ഒന്ന് അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ജയറാം അവിടെ എത്തിയിരുന്നു. അതാണിപ്പോ പ്രശ്നമായിരിക്കുന്നത്. പ്രശ്നമാകാൻ കാര്യം എന്താന്ന് വെച്ചാൽ 5-6 മാസങ്ങൾക്ക് മുമ്പ് നടൻ ശ്രീനിവാസൻ മരിച്ച സമയത്ത് ജയറാം അദ്ദേഹത്തെ കാണാൻ പോലും ഒരു നോക്ക് കാണാൻ പോലും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അത് വലിയ വിവാദമായിരുന്നു. ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചവരായിരുന്നു ജയറാമും ശ്രീനിവാസനും. എന്നിട്ട് പോലും ശ്രീനിവാസനെ അവസാനമായിട്ടൊന്ന് കാണാൻ വരാഞ്ഞത് വളരെ മോശമായെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഒരുപാട് പേര് പറഞ്ഞത്. മലയാളികൾ ഒന്നടങ്കം അന്ന് ജയറാമിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ശ്രീനിവാസന്റെ മൃതദേഹം കാണാൻ വരാഞ്ഞ് ഈ ജയറാം ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മുടെ സെലിംകുമാർ ചേട്ടൻ മരിച്ച സമയത്ത് മൃതദേഹം കാണാൻ വന്നു എന്നൊരു പേരും പറഞ്ഞാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തായാലും ജയറാം അവസാനമായിട്ട് സെലിംകുമാറിനെ കാണാൻ വരുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ ഈ ഒരു വീഡിയോ? ഇതിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റ് ഉണ്ട്, അതൊന്നും ഞാൻ വായിച്ചുതരാം. ഏറാം വിതുമ്പിയാലും ഇല്ലെങ്കിലും കോടിക്കണക്കിന് ആരാധകർ കരയുന്നുണ്ട്. ഇപ്രാവശ്യം നാട്ടുകാരെ കാണിക്കാൻ വന്നു, അല്ലെങ്കിൽ നേരമില്ല. അഭിനയ വിനയൻ. ശ്രീനിവാസനെ തിരിഞ്ഞു നോക്കാത്ത ജയറാം. ശ്രീനിസാർ മരിച്ചപ്പോ തിരിഞ്ഞു നോക്കാത്ത കക്ഷി. ജയറാമിന്റെ കുനിയൽ കണ്ട് ആ ഇരിക്കുന്ന ആൾ കൺഫ്യൂസ്ഡ് ആയി പോയി. വേഷങ്ങൾ ജന്മങ്ങൾ. ജയരാമൻ ആരാ മോൻ? ഇങ്ങനെ കുനിഞ്ഞാൽ മുഖം തറയിൽ മുട്ടില്ലേ? അഭിനയ വിനയൻ. തിരക്കിനിടയിൽ വിതുമ്പി അഭിനയിച്ചു തിരിച്ചുപോയി. വിനയമാണ് ഇവന്റെ മെയിൻ അഭിനയം. കണ്ടില്ലേ, ഇതിപ്പോ വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമായെന്നുള്ള അവസ്ഥ. എന്റെ ഒരു അഭിപ്രായത്തിൽ അന്ന് ശ്രീനിവാസനെ കാണാൻ വരാതിരുന്നത് മോശം തന്നെയാണ്. ഷൂട്ടിങ്ങിന്റെ തിരക്കുകൊണ്ടാണ് കാണാൻ വരാഞ്ഞതെന്നൊക്കെ കേട്ടിരുന്നു. ആ ഒരു കാരണം വെച്ച് ഇപ്പം സെലിംകുമാറിനെ കാണാൻ വന്നതിനെ വിമർശിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ശ്രീനിവാസനെ കാണാൻ വരാതിരുന്നതിന് ഓൾറെഡി നല്ല തെറി കേട്ടതാണ് ജയറാം. ഇനിയും അത് വെച്ച് തെറി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോ സെലിംകുമാറിനെ കാണാൻ വേണ്ടിയിട്ട് ജയറാം വന്നില്ലെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചു. അപ്പോഴാണെങ്കിൽ ഇതിലും കൂടുതൽ തെറി കേൾക്കേണ്ടി വന്നത്. ചിലപ്പോ പുള്ളിക്കാരൻ വിചാരിച്ചു കാണും അന്ന് ഞാൻ ശ്രീനിവാസനെ കാണാൻ ഇരുന്നുകൊണ്ടാണ് ഇത്രയും തെറി കേട്ടത്, അപ്പൊ ഇതിന് പോയില്ലെങ്കിൽ ഇതിൽ കൂടുതൽ തെറി കേൾക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ വന്നത്. പക്ഷെ എന്നിട്ടും തെറിവിളിക്ക് ഒരു കുറവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ചു കാലമായിട്ട് ജയറാമേട്ടന് നല്ല കണ്ടകശനി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം ജയറാമേട്ടന് ഹേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടിയാണ്. 2020 സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം കൊണ്ടാണ്. ഇനിയിപ്പൊ ഞാൻ പറയാം, ഈ 2020 വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. അതായത് തമിഴിൽ ഈ പുള്ളിക്കാരൻ അഭിനയിച്ച ഏതൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, ഉർവശിയൊക്കെ ഉള്ള ഒരു സിനിമയാണത്. ഈ ശ്രീനിവാസൻ മരിച്ച സമയത്ത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു പുള്ളിക്കാരൻ. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ അഭിനയിക്കാൻ നിൽക്കാതെ ചെന്നൈയിൽ ദീപാവലി ആഘോഷിക്കാൻ പോയി പുള്ളിക്കാരൻ. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് ഒന്ന് കണ്ടു. ஒரு வாட்டி கூட பாருங்க, கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே. என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வருது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா யோசிச்சேன். சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போவேன். ഈ 2020 എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സിനെക്കാളും വലുത്, ആ ഒരു സിനിമയെക്കാളും വലുത് ദീപാവലി ആഘോഷമാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ആ സമയത്ത് മലയാളത്തിലെ ഏറ്റവും വലിയൊരു സിനിമ തന്നെയായിരുന്നു 2020. മമ്മൂട്ടി, മോഹൻലാലും അതുപോലുള്ള സിനിമയിലെ പ്രമുഖ ഒട്ടുമിക്ക അഭിനേതാക്കളും അഭിനയിച്ച ഒരു സിനിമയായിരുന്നു അത്.
അതിന്റെ ക്ലൈമാക്സിൽ ദിലീപും മമ്മൂട്ടി, മോഹൻലാല്, ജയറാം ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സീനുണ്ട്. മാസ് സീനായിരുന്നു അത്. പക്ഷെ ജയറാമേട്ടൻ അത് അഭിനയിക്കാൻ നിൽക്കാതെ ദീപാവലി ആഘോഷിക്കാനായിട്ട് പോയി. വേറെ ഏതെങ്കിലും നടന്മാർ ഇങ്ങനെ ചെയ്യുമോ? പക്ഷെ എന്നാലും സാരമില്ല, പോട്ടെ, ജയറാമിന് ഇഷ്ടമില്ലെന്ന് വെക്കാം. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ദീപാവലി. സോ അവിടുത്തെ ഇന്റർവ്യൂവിൽ 2020 സിനിമയിൽ അഭിനയിക്കാതെ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി വന്നു എന്നും പറഞ്ഞ് തമിഴ്നാട്ടിലുള്ളവരെയൊക്കെ സുഖിപ്പിച്ച പുള്ളിക്കാരൻ കേരളത്തിൽ വെച്ച് നടന്ന ഒരു ഇന്റർവ്യൂവിൽ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ബാ കേട്ടു നോക്കാം. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അന്നിങ്ങനെ ജോഷ് സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എന്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിന്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയും ഇങ്ങനെ സാറ് എടുക്കണം, വൈകുന്നേരത്തോട് എടുക്കാന്ന് പറഞ്ഞു. അന്നിങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ എടുക്കാൻ പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എന്റെ പൂജയും എല്ലാം ദിവസം തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്, അതിന് പോണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? തമിഴ്നാട്ടിലെ ദീപാവലി, കേരളത്തിലെത്തിയപ്പോ ശബരിമല. എജ്ജാതി കള്ളനാന്ന് നോക്കിയ പുള്ളിക്കാരൻ പ്രേക്ഷകരെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. കാരണം തമിഴന്മാർക്ക് ദീപാവലിയും അതുപോലെ തന്നെ കേരളത്തിലുള്ളവർക്ക് ശബരിമലയും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഇത്തവണ ജയറാമേട്ടന് കൊലത്തൂക്കാണ് കിട്ടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ യുഗത്തിലും ഇങ്ങനെ വന്നിരുന്ന് പച്ചക്കള്ളം പറയുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതല്ലേ? തൂക്കും എന്നുള്ളത് ഉറപ്പല്ലേ? എന്തായാലും പുള്ളിക്കാരന്റെ ക്രെഡിബിലിറ്റി തന്നെ ഇതോടെ നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഓവർ വിനയം കാണിച്ച് ഇടയ്ക്കിടയ്ക്ക് ഏറിക്കിടുന്ന ആളാണ് ഈ പറയുന്ന ജയറാം. പൊതുവേദികളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ഓച്ചാനിച്ച് നിൽക്കുന്ന പോലെയാണ് പുള്ളിക്കാരന്റെ വരവ്. ഒരു ലോഡ് വിനയവും നിഷ്കളങ്കതയും ഒക്കെ ഇങ്ങനെ തുളുമ്പിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിപ്പാണത്. ഇയാളുടെ അമിത വിനയം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇയാളുടെ അഭിനയമാണ് ഇതൊക്കെ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ഏകദേശം ശരിയാണെന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പറഞ്ഞ 2020 സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടിന് നിൽക്കാതെ എനിക്ക് അതിനേക്കാളും പ്രധാനം ദീപാവലിയാണ്, ശബരിമലയാണെന്ന് ഒക്കെ പറഞ്ഞിട്ട് പോയ അതേ ജയറാമേട്ടൻ, അതായത് സിനിമയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് മാത്രമേ പുള്ളിക്കാരൻ കൊടുക്കാറുള്ളൂ. എനിക്ക് അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ജയറാം ശ്രീനിവാസൻ മരിച്ചതിന്റെ ആ ഒരു സമയത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരാത്തതിന്റെ കാരണമായി പറഞ്ഞത് ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നു. ഞാൻ പോന്നാൽ പ്രൊഡ്യൂസർക്ക് നഷ്ടമാകും, അതുകൊണ്ടാണ് വരാതിരുന്നത് എന്നാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, 2020 സിനിമയുടെ ആ ക്ലൈമാക്സിന് നിൽക്കാതെ പുള്ളിക്കാരൻ ഇറങ്ങി വേണേ പോകാം. അപ്പോൾ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കുള്ള നഷ്ടമോ ഒന്നും പുള്ളിക്കാരനെ ആലോചിക്കണ്ട. പക്ഷെ ശ്രീനിവാസനെ ഒന്ന് അവസാനമായി കാണാൻ പോകാൻ നേരം സിനിമയും പ്രൊഡ്യൂസറിന്റെ ആ ഒരു ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭൂലോക കള്ളനാണ് താനെന്ന് ഇയാൾ വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ രാജസേനൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകനോട് ജയറാമിനെ കൊണ്ട് ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ ചെയ്ത ഒരു സംവിധായകനാണ് പുള്ളിക്കാരൻ. എന്തായാലും ജയറാമിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. തികഞ്ഞ ഒരു അവസരവാദിയാണ് ജയറാം എന്ന് രാജസേനൻ തന്നെ പറയുന്നു. രാജസേനന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. അത് തന്നെയാണല്ലോ 2020യുടെ ക്ലൈമാക്സ് വിഷയത്തിൽ നമ്മൾ കണ്ടത്. എന്തിനാണ് ഇയാൾ വെറുതെ ഉടായ്പകളൊക്കെ കാണിക്കാൻ നിൽക്കുന്നതെന്നാണ് എന്റെ ഒരു ചോദ്യം. ഒരു നടൻ എന്ന നിലയ്ക്ക് സ്വന്തമായി ഒരു മേൽവിലാസമൊക്കെ ഉണ്ടാക്കിയ ആളല്ലേ, എന്തിനാണ് ജീവിതത്തിൽ അഭിനയിച്ച് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ നിൽക്കുന്നത്? എന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.